2025 ജൂലൈ 19 ഹൈക്കോടതിക്ക് സമീപമുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക. എനിക്ക് വധഭീഷണി അടക്കം വിവിധ വിഷയങ്ങളടങ്ങിയ പരാതികൾ ഹൈക്കോടതി ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ഞാൻ നേരിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് തപാൽ വഴിയും ഞാൻ സമർപ്പിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 2022 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളടങ്ങിയ ചില വിഷയങ്ങളിൽ റീടൈനർ അഭിഭാഷകൻ നൽകിയ നിയമോപദേശ രേഖാമൂലമുള്ള പേപ്പർ എനിക്ക് തന്ന് എന്നെയും എൻ്റെ ചില പരാതികളെയും കീഴ്ക്കോടതിയിലേക്ക് തട്ടിവിട്ട് ഞാനും എൻ്റെ പരാതികളും കീഴ്ക്കോടതിയിലൂടെ കറങ്ങിത്തിരിഞ്ഞ് പാമ്പും കോമണിയും കളിയിലകപ്പെട്ടതുപോലെ ആയി. നീ എന്തു ചെയ്യും? ഞങ്ങളുടെ അച്ഛൻ സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന ഒറ്റ കാരണം കൊണ്ടാണോ വക്കീൽമാർ ഞങ്ങളുടെ കേസ് എടുക്കാത്തത്? കോടതിയിൽ നിന്നും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി ന്യായാധിപരിലേക്കുള്ള വഴികളാണല്ലോ വക്കീൽമാർ. വർഷങ്ങൾ പാഴായതല്ലാതെ വക്കീലെന്ന വഴികളിലൂടെ ന്യായാധിപരിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഭരണാധികാരികൾ നീതിപീഠത്തിൽ നിന്ന് നീതി ലഭിക്കുന്നതിനായി ഞങ്ങളുടെ കുരുന്ന പ്രായത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരയാത്രയായി മാറിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് നീതി കിട്ടുവാൻ ജഡ്ജിലേക്കുള്ള വഴി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ? പറഞ്ഞു തരാമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കുറേ മിഠായി വാങ്ങിത്തരാം. ഇനി ഹൈക്കോടതി മുഖേന എത്രയും വേഗം നീതി ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വഴികളിൽ ബഹുമാന്യരായ പോലീസും വക്കീലും വിലങ്ങതരിയായി നിൽക്കരുതെന്ന് വളരെ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ സമരയാത്രയിൽ മാനവ സമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്. നമ്മൾ മനുഷ്യത്വം നഷ്ടപ്പെടുത്തി നാണം കെട്ടി ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം നന്മയുള്ള സത്യത്തിലൂടെ ആദർശ ധീരതയോടെ നാം മനുഷ്യരായി ജീവിച്ചു മരിക്കുക. അതാണ്. ഓക്കേ, ബൈ. സ്വാമിനാഥൻ സ്നേഹമല ഫേസ്ബുക്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്നേഹത്തോടെ സ്നേഹാലയ സ്വാമിനാഥൻ.